വാസ്തവത്തിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു ഉദാഹരണത്തിലൂടെയാണ്, ഈ ഒരു കഥാരൂപത്തിലൂടെയാണ് ഇന്ന് സ്നേഹത്തെക്കുറിച്ച് ഒരു വ്യാഖ്യാനം കൊടുക്കുന്നത്. സ്നേഹത്തിന് സാധാരണ പല അർത്ഥങ്ങളുണ്ട്. ഈ സ്നേഹം വന്ന പദവിച്ഛേദം നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന് വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് വരുന്നത്. അതിന് ഇംഗ്ലീഷിൽ ലവ് എന്ന് പറയും, അതിന് ഹിന്ദി ഭാഷയിലും സ്നേഹം എന്ന് തന്നെയാണ് പറയുന്നത്, സ്നേഹം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭാഷാന്തരത്തിൽ വരുന്ന വ്യത്യാസത്തിലും കോൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്. എന്താണ് ശരിക്കും സ്നേഹം? അത് മാന്യമായിട്ട് ബഹുമാനിക്കുക, ആദരിക്കുക, അംഗീകരിക്കുക, മാന്യത നൽകുക. പിന്നെ പ്രണയം എന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലാണ് ഈ സ്നേഹത്തെക്കുറിച്ച് വ്യാഖ്യാനം വരുന്നത്. വാസ്തവത്തിൽ ഈ സ്നേഹം വരുന്നത് എന്ത് ബേസിലാണ് വരുന്നത് അത് ആർക്കും പറയാൻ സാധിക്കുന്നില്ല. ചിലർ പറയണത് പൂർവ്വജന്മത്തിൻ്റെ ബന്ധങ്ങളിൽ വെച്ചിട്ട് വരുന്നതാണ്. ഈ വൈരാഗ്യം വരുന്ന പോലെ തന്നെ നമുക്ക് ഒരാളുടെ വിരോധം തോന്നുന്നത് ചിലപ്പോൾ പൂർവ്വജന്മത്തിൻ്റെ ഒരു ബന്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം, ആ വാസനകളൊക്കെ ആയിരിക്കാം. നമുക്കിഷ്ടമില്ലാത്ത ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെ പല വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഈ കഥയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു കൃഷിക്കാരൻ അദ്ദേഹത്തിൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങളുമായിട്ട് സാധാരണ ആ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്കോ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം വളർത്ത് മൃഗമായ ഒരു കഴുതയും കൊണ്ടാണ് പോകാറുണ്ടായിരുന്നത്. ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു നല്ലൊരു പട്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ പട്ടി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും. വീട്ടിലാണത്, ആ പറമ്പിനകത്ത് മാത്രമേ അത് ഓടി നടക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരും. പക്ഷെ നേരെ മറിച്ച് ഈ കഴുതയെ വീട്ടിൽ കയറ്റുന്ന ഒരു പ്രശ്നമില്ല. ഇയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ ഭാരവും വഹിച്ചിട്ട് ആ പാവം കഴുത അയാൾ പറഞ്ഞ അടിയും കൊണ്ട്, അയാൾ കൊടുക്കുന്ന അടിയും കൊണ്ട്, കൊടുക്കുന്ന ചെറിയ ഭക്ഷണവും കഴിച്ച്, അതായത് പുല്ലോ അല്ലെങ്കിൽ കാടിവെള്ളമോ കഞ്ഞിവെള്ളമോ കുടിച്ചിട്ട് പാവം അത് ജീവിക്കുന്നു. അപ്പോഴെപ്പോഴും ഈ കഴുതയെ സംബന്ധിച്ചിട്ട് ഇയാളുടെ ഒരു അടിമയെ പോലെയാണ് ഈ കഴുത ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഇയാൾ വീട്ടിൽ വരുമ്പോൾ ആ പട്ടിയോട് കാണിക്കുന്ന സ്നേഹം പോലും എന്നോട് കാണിക്കുന്നില്ല എന്നൊരു പരിഭവം എപ്പോഴും ഈ കഴുതയ്ക്കുണ്ട്. കഴുത ഭയങ്കര സങ്കടത്തോടെ എപ്പോഴും ഇത് നോക്കും, ആ മുറ്റത്ത് വന്ന് നോക്കും. എന്നെ ഇങ്ങനെ ചെയ്യുന്നല്ലോ, എന്താ ഞാൻ ഇങ്ങനെ ഒരു തെറ്റെന്താ ചെയ്തത്? ഞാൻ ഇയാൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇയാൾ പട്ടിയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ, പട്ടിയെക്കുറിച്ച് സംസാരിക്കുള്ളൂ. നല്ല നല്ല ബേക്കറി പോയിട്ട് നല്ല ഫുഡ്, നല്ല ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ട് ഈ പട്ടിക്ക് കൊടുക്കും. അപ്പോൾ മധുരമായിട്ടുള്ള ആഹാരം കൂടെ ഈ പട്ടിക്ക് കൊടുക്കുമ്പോൾ എനിക്ക് ഈ പുല്ല് മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ, എനിക്കായിട്ട് ഇയാൾ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ നമ്മൾ കാണാറുണ്ട്. ഒരു പരിഭവം നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ. ചില കുട്ടികളെ സ്നേഹിക്കും, ചില കുട്ടികളെ സ്നേഹിക്കുന്നില്ല. ചില അയൽവാസികളെ സ്നേഹിക്കും, ചില അയൽവാസികളെ സ്നേഹിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും നമ്മൾ നാട്ടിൽ തന്നെ കാണുന്നുണ്ട്. ഈ വ്യത്യസ്തത എന്തുകൊണ്ട് വരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അത് ഉത്തരം പറയാനില്ല. അങ്ങനെ ഒരു ദിവസം കഴുത ചിന്തിച്ചു. എന്നിട്ട് പട്ടിയെടുത്ത് പറഞ്ഞു, തനിക്കെന്താ ഇത്രയും സ്നേഹം? താൻ എന്താ അത് ചെയ്യുന്നത്? ഇല്ല, ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ വാല കാട്ടിയിട്ട് ആ മുതലാളിയുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഇങ്ങനെ കറങ്ങി നടക്കും. അവരെന്നെ ഉമ്മ വയ്ക്കും, എന്നെ നന്നായിട്ട് സോപ്പിട്ട് കുളിപ്പിക്കും, എന്നെ കിടക്കയിൽ കിടത്തും, അല്ലെങ്കിൽ എനിക്ക് നല്ല ബെഡൊക്കെ തരും. ഇങ്ങനെ ഓരോ നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഈ പാവം കഴുതയ്ക്ക് വിഷമം കൂടി വരിക. അപ്പോൾ ഒരു ദിവസം കഴുത ചിന്തിച്ചു, ഞാനും ഈ മുതലാളിയുടെ എൻ്റെ യജമാനൻ്റെ വീട്ടിൽ കയറിയിട്ട് ഇവരെ ഒന്ന് സ്നേഹിച്ച് കളയാം എന്ന് വിചാരിച്ച് അവരെല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഈ കഴുത പട്ടിയുടെ അനുകരണത്തിലൂടെ, ഈ അനുകരണമാണ് ഏറ്റവും അപകടം, അനുകരിച്ച് ഈ കഴുത ആ വീട്ടിനകത്ത് കയറുകയാണ്. വീട്ടിനകത്ത് കയറിയിട്ട് അവരെല്ലാവരും നക്കി തുടച്ചെല്ലാം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സജ്ജീകരിച്ച സാധനങ്ങളെല്ലാം തലമറിഞ്ഞ് എല്ലാം താഴെ വീണു, പൊട്ടി നശിഞ്ഞ് ഇവരുടെ കാലോ, ഈ കഴുതയുടെ കാലും കയ്യും മേലും ഒക്കെ കൊണ്ട് ആകെ പ്രശ്നമായി. ആ വീട്ടിനകത്ത് മെസ്സായി എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അദ്ദേഹം ഭാര്യയെ വിളിച്ചു എന്തോ ഈ കഴുതയ്ക്ക് എന്ത് പറ്റിയെന്നറിയില്ല. പാവം കഴുത സ്നേഹപ്രകടനം കാണിച്ചതാണ്. പക്ഷെ അത് പട്ടിയെപ്പോലെ ആയിരുന്നില്ല, അത് അതിനെ പോലെ ആയിരുന്നു. അതിൻ്റെ ശരീരത്തിൻ്റെ ബലവും ശരീരത്തിൻ്റെ വ്യാപ്തിയൊക്കെ കണ്ടിട്ട് ആകെ ആ വീട് താറുമാറായി. വലിയ വടികളൊക്കെ എടുത്തിട്ട് അയാളുടെ വേലക്കാരെയൊക്കെ വിളിച്ചിട്ട് അടിച്ച് നശിപ്പിച്ച് വീണ്ടും അതിനെ പുറത്ത് കൊണ്ട് വിട്ടിട്ട് കെട്ടിയിട്ടു. വീണ്ടും പൊതിരത്തെല്ലാം തുടങ്ങി, തെറി വിളിക്കാൻ തുടങ്ങി. ഇങ്ങനെ സ്നേഹപ്രകടനം കാണിച്ച കഴുതയുടെ അവസ്ഥ
എന്തുമാത്രം കഷ്ടമായി. ഇതാണ് ഈ രണ്ടിൻ്റെയും വ്യത്യാസം. അപ്പോൾ നമ്മൾ അഭിനയിച്ച് സ്നേഹം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സ്നേഹം കണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ പുറകെ പോയിട്ട് അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്വത്വത്തിൽ ജീവിക്കുക, അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതാണ് ഈ കഥയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്.